നമ്മളൊക്കെ ഇതില് ചീത്തയാക്കിയിട്ട് നീ ഇത് പിടിച്ചു നടക്കുക. ഞാൻ ഇതിലൊന്നും അകപ്പെട്ടു പോവില്ല, ഞാൻ കീപാഡ് ഫോൺ യൂസ് ചെയ്യുള്ളൂ. ഇതിപ്പോ പകതിന്റെ അത് കണ്ടിട്ട് ഞാൻ നേരത്തെ കല്യാണം വിളിക്കാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങളോട് ആരോടും വന്നിട്ട് വേണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അടിച്ചു വിളിച്ചു. പക്ഷെ നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് ആകുന്ന പറയാറ് ഞാൻ കല്യാണം വിളിച്ചാറ് പോടാ. ഞാൻ പറഞ്ഞു 600 രൂപ ഒരു പ്ലേറ്റിന്റെ. ഞാൻ വീട്ടിൽ പോയിട്ട് ഇവനെ വിളിക്കുമ്പോ ഞാൻ ഇവിടെ പോസ്റ്റ് നടക്കുന്ന അവിടെ ഉണ്ട്. നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഇവരുടെ കൂടെ. ഇവിടെ പോയാലും ഇവനെ എല്ലാവർക്കും അറിയാം. ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഇവന്റെ ഒരു ഇതൊക്കെ പിന്നെ ഇവന്റെ കല്യാണത്തിന്റെ ആ സമയത്ത് ഞാനപ്പോ ആ സമയത്ത് എത്തി. ഞാൻ ഇപ്പൊ വിളിക്കും, നമ്മളെല്ലാവരും വിളിക്കും ഇരിക്കാം. ഇവൻ പോയിട്ട് ഞാൻ പ്രതീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കോവിഡിന്റെ ഇഞ്ചക്ഷൻ ആണോ? സ്ലോട്ട് ഇല്ല. വീണ്ടും ഇൻട്രോട്ടാവും. അതാ ഇടിക്കുമ്പോ അസ്കറിനൊക്കെ ഇവിടെ ചെറിയൊരു വെട്ടൊക്കെ മനസ്സിലായി. എന്റെ ചതി പിന്നെ മനസ്സിലാക്കിയത് മാസ്റ്റർ ഇങ്ങനെ വരും. ഇനിയിപ്പൊ ആരെ ഷോട്ട് എടുക്കട്ടെ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ 2 ദിവസം കഴിയുമ്പോ അവിടെ വിളിച്ചിരുന്നു. ഫോൺ എടുക്കാത്ത എന്റെ ഇംഗ്ലീഷ് കേട്ടായിരുന്നു. അത് കേട്ടില്ല. ഡിജിറ്റൽ മിനിമലിസം. ഒന്ന് സൗണ്ട് പറയാം. ഡിജിറ്റൽ മിനിമലിസം പുതിയ ആളായതുകൊണ്ടാ ചോദിച്ചാ ഇപ്പോഴും കളിച്ചു നടക്കുക. പേടിച്ചതാ പണ്ട്, പക്ഷെ പെട്ടുപോയി. പിന്നെ മാറ്റാൻ പറ്റുന്നില്ല. കിട്ടുമ്പോ വിളിച്ചായിരുന്നു അർജുൻ. ഇല്ല, അതും പോയില്ലേ. ചേട്ടനെ വിളിക്കണമെന്ന് നൈസായിട്ട് ചേട്ടൻ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ. 5 പേർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അടുത്ത് കണ്ടതല്ലേ പടം റിലീസ്. പടം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ ദേ അടുത്ത പടം റിലീസിന് ഒരുങ്ങുന്നു. എന്താണ് മേനെ പ്യാർ കിയ പറഞ്ഞു വെക്കുന്നത്? മേനെ പ്യാർ കിയ കഴിഞ്ഞ എൻ്റെ പടത്തിനേക്കാൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ്. ഇത് ഞാൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയി ചെയ്തൊരു പടമാണ്. ഫുൾ ഇവരെ കണ്ടറിയാം. നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കുറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു. രാത്രിയും പകലും ഒക്കെ മധുരയിലും ഇവിടെയൊക്കെ ആയിട്ട് ഷൂട്ടുണ്ടായിരുന്നു. നല്ല ആഘോഷിച്ച് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ ഭയങ്കര അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു പാർട്ടായിട്ട് നിൽക്കുക, അവൻ്റെ പടത്തിൽ കൂടെ ചേരുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ നല്ല ആഘോഷിച്ച് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. നല്ല ആഘോഷിച്ച് ചെയ്തു. ആഘോഷത്തിൻ്റെ ആൾ അടുത്ത് ഇരിക്കുന്നു. ആവേശത്തിൻ്റെ ആഘോഷമായിട്ട് അടുത്ത് ഇരിപ്പുണ്ട്. എല്ലാം പ്രാസോപ്പിച്ച് നമ്മൾ പോകാൻ പോകണം അല്ലേ? എങ്ങനെയുണ്ട്? ഇങ്ങനെ നല്ലൊരു കാര്യം വെട്ടി തുറന്ന് പറയണം. ഈ പടവും ആവേശമാവട്ടെ. ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം അങ്ങനത്തെ ആളുകളാണല്ലോ അല്ലേ? അസ്കർ ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ടല്ലോ നിൽക്കണ അല്ലേ? പക്ഷെ ഒറ്റയടിക്ക് ഞാൻ ഇവന്മാരെ എന്റെ ഗ്രൂപ്പിലെടുത്തു. ഫുൾ പൊളിയായിരുന്നു പിന്നെ കുറെ ദിവസം. അതല്ലേ? എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ഇങ്ങനെ വന്നു പോകുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം നന്നായിട്ട് ഓടുന്നു. അതിൽ കാണുന്ന ഈ പ്രണയത്തെക്കുറിച്ച് അസ്കർ പറയുന്നു. തുടക്കത്തിൽ പറയുന്നു, എൻഡിൽ പറയുന്നു, പ്രണയിക്കാൻ ചങ്കൂറ്റം വേണം, അല്ലാത്തവരും പ്രണയിക്കരുത്. പ്രണയിക്കാൻ ഒരു മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട്. അസ്കറിന്റെ ജീവിതത്തിലെ പ്രണയം എങ്ങനെയായിരുന്നു? അത് വല്ലാത്തൊരു ഉത്തരം കൊണ്ട് നിർത്തിയത്. ഞാൻ നല്ല മോട്ടിവേറ്റ് ചെയ്തു പറയാൻ നിൽക്കുമായിരുന്നു. അല്ല, എന്റെ ജീവിതത്തിലെ പ്രണയങ്ങളും നല്ല രസമുള്ള പ്രണയങ്ങളായിരുന്നു. സിനിമയിൽ ആ ഡയലോഗ് പറയുമ്പോ കേൾക്കുമ്പോ ഞാൻ മറ്റേ കൂട്ടത്തിൽ നല്ല ചേട്ടൻ കളിച്ച് കിടന്ന് ഉപദേശിച്ച് ചീത്തയാക്കി നന്നാക്കിയും വിടുന്നൊരു ക്യാരക്ടറാണ് നിക്സൺ ചേട്ടൻ. അടിപൊളി ഒരു സാധനം. അല്ല പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ പ്രണയം വേണ്ടേ? പ്രണയം എന്തൊരു യാത്ര അല്ലേ? ആ പ്രണയം ഇപ്പോഴും ഉണ്ടോ? അതോ പ്രണയങ്ങൾ മാറി മറിഞ്ഞു
അങ്ങനെ പോകുന്നു. അല്ല അങ്ങനെ തന്നെ പോട്ടെ അല്ലേ വീട്ടുകാരെ? ഓക്കെ അല്ലേ? ഓക്കെ, അടിപൊളി. കാലം ആരാണ് തല്ലി പിടിച്ചതെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കില്ല. ഇത് ഞാൻ തന്നെ കളിച്ചപ്പോ വീണതാ, ക്യാച്ച് എടുക്കാൻ പോയിട്ട്. അതെയോ? ഇപ്പോഴും കളിച്ചു നടക്കുക. ഇത് സിനിമയിലും ഇതുപോലെ ഞാൻ ഫുട്ബോളും ക്രിക്കറ്റുമായിട്ടൊക്കെ നടക്കുന്ന ഒരു ക്യാപ്റ്റൻ, നമ്മുടെ മാനേജറാ. ശരിക്കും ഞങ്ങളുടെ നാട്ടിലും അതുപോലെയാണ് ഞാൻ. അതിന്റെയാണ് ടോണി എന്നാണ് എന്റെ ക്യാരക്ടറുടെ പേര്. ഇവരുടെയൊക്കെ കോച്ചുമായിട്ടും ക്യാപ്റ്റനായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വെട്ടിയാറിനെ സംബന്ധിച്ചും, വെട്ടിയാറിനെ ഇപ്പോൾ കാണുന്ന പ്രൊമോഷൻ വീഡിയോയിലെ ഏറ്റവും വലിയ ഒരു സിനിമ അറിയാൻ വെട്ടിയാർ വേണമെന്നാണ് ആർട്ടിസ്റ്റുകൾ പറയുന്നത്. എനിക്ക് ഈ സിനിമയുടെ കാര്യമാണ്, ഈ സിനിമയ്ക്ക് വേറെ ആരും പറഞ്ഞാലും വെട്ടിയാർ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടോ. പിന്നെ കണ്ടന്റുകൾ അങ്ങ് തരുമല്ലേ? അതെ, നമുക്ക് എൻ്റെ ഇന്റർവ്യൂവിൽ ഒരു 5 മിനിറ്റ് ഇവിടെ വന്നൊരു കണ്ടന്റ് നമുക്ക് തരേണ്ടി വരും. അത് എന്തായാലും വെട്ടിയാറിന്റെ സ്റ്റൈലിൽ ഒരു കണ്ടന്റും കൂടി തരേണ്ടി വരും, അത് ഉറപ്പാണ്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞും പല പല സിനിമയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ സ്വപ്നം എന്നുള്ള അപ്പുറത്തേക്ക് വീഡിയോസ് ചെയ്ത് തന്നെയാണ് അമ്മയും മോനും എന്ന ഇതിലേക്ക് തന്നെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം എന്തായാലും സംഭവിച്ചത്? സിനിമയിൽ മാറ്റമായിട്ട് ഞാൻ ഓൾറെഡി സിനിമ ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഈ TV കണ്ടവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നു, പരിചയപ്പെടാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യണോ എന്നാണ് എൻ്റെ ആഗ്രഹം. സ്ക്രിപ്റ്റ് എഴുതി അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നതാണ്. അല്ല, ആ ആഗ്രഹം എന്നല്ല, പക്ഷെ ആ ആഗ്രഹം ഫലം കാണണം. അപ്പോൾ കൂടെ വന്നവരൊന്നും മറക്കരുത് കേട്ടോ. ഇവർക്ക് ഇല്ലില്ല, അതെ, നമ്മൾ കാസ്റ്റ് വന്ന ചേട്ടൻ പറഞ്ഞു. അതിലേക്ക് ഞാൻ എനിക്ക് കൊണ്ട് എത്തിക്കാനേ പറ്റും. ചേട്ടനെ വിളിക്കണമെന്ന് നൈസായിട്ട് പറഞ്ഞു. ചേട്ടൻ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. 2-3-4 സിനിമയെ കണ്ടു, ഒരുമിച്ച് ഒരു സിനിമയിലും ഒരുമിച്ചുണ്ടല്ലോ. പക്ഷെ അതൊരു നല്ലതാണ്, ആ ഒരു തീരുമാനം. എല്ലാവരും സ്വപ്നമാണല്ലോ, അതൊക്കെ സ്വപ്നങ്ങളാണ്, ഫലം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത്. അതല്ലേ? ഇനിയിപ്പം പ്രമോഷനൊക്കെ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റുകളെ കാണാനും ഡയറക്ടേഴ്സിനെയൊക്കെ നമ്മളിങ്ങനെ സിനിമ കണ്ട് ആരാധിച്ചവരെ കാണാനൊക്കെ പറ്റും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അസ്കർ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? അടിപൊളിയായിരുന്നു. അസ്കറും നമുക്കറിയാലോ, രണ്ട് രീതിയിലുള്ള യാത്രയാണ്. പക്ഷെ ഇവരുടെ ചിരിയിലും ഇവരുടെ വലതയിലെ വാച്ചുകെട്ടലുമാണ് നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്ന എപ്പോഴും ഇതാണ് കേട്ടോ. എനിക്ക് എപ്പോഴും അസ്കറിന്റെ ചിരി പണ്ട്, പക്ഷെ പിന്നെ മാറ്റാൻ പറ്റുന്നില്ല, കിട്ടുമ്പോ ഈ സൈഡിലായി. അതെ, അങ്ങനെയാണ് ഇവരുടെ. അസ്കർ അലി എന്നൊരു വ്യക്തി, നമുക്കറിയാം ആസിഫ് അലി സിനിമയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും അസ്കർ അലി വന്നിട്ട് സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അസ്കർ അലി ആരെയും പിന്നിൽ പോകാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് അസ്കർ അലിയിൽ പറഞ്ഞിട്ടുണ്ട്. അസ്കർ അലിയുമായിട്ടുള്ളൊരു ആ ലൊക്കേഷനിലുണ്ടായ ഒരു അനുഭവം പറയാമോ? ഞാൻ പുള്ളിക്കാരനെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു ശരിക്കും ലൊക്കേഷനിലേക്ക്. ഞങ്ങളൊന്നും രാവിലെ വരുന്നു, കാണുന്നു, എല്ലാവരോടും ഒരുമിച്ച് എവിടെയും ഇരിക്കുന്നു. അപ്പോൾ അവരുടെ സീനാന്ന് പറയുന്നത് വിളിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, അവിടെ സംസാരിക്കുന്നു, തെറ്റി പോകുമ്പോ ട്രോളുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, സപ്പോർട്ട് ചെയ്ത് അടുക്കും, ഇങ്ങനെ കാണിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. ഏറ്റവും ട്രോൾ ഉണ്ടാക്കുന്ന ഇദ്ദേഹമായിരിക്കുമല്ലോ. പിന്നെ ഉണ്ണിയല്ലേ ഏറ്റവും ട്രോളുകൾ ഉണ്ടാക്കുന്ന പുള്ളി ഫുള്ള് പ്രിപ്പറേഷൻ ആയിരിക്കും. സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് ഭയങ്കര പഠിത്തൊക്കെ പഠിച്ച് അവസാനം വൈദ്യുതി പറയും ഇതല്ല കംപ്ലീറ്റ് മൊത്തം പഠിച്ചോ, അതല്ല പറയേണ്ടത്, വേറെ ആള് പറയണ്ടത്. അങ്ങനെ അപ്പൊ പെട്ടും പോവും. അതാണ് അത് രാവിലെ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തോളാൻ പറഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഇങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ഇപ്പൊ നമുക്ക് സ്പോട്ടിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഫൈസലോട് സംസാരിച്ചപ്പോ പിന്നെ ഫുൾ എനർജി ആയിരുന്നു ഡയറക്ടർ. രാവിലെ വരുമ്പോൾ തന്നെ പുള്ളി നമ്മളെ പിടിച്ച് നമുക്ക് പൊളിക്കണം. അപ്പൊ നമ്മളൊന്ന് തണുത്താണെങ്കിൽ നമ്മൾ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പൊളിച്ചാലേ പറ്റൂന്നുള്ളൊരു മൂഡിലായിരുന്നു. അങ്ങനെയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ച് സിനിമകൾ ചെറിയ റോളൊക്കെ ഏറ്റവും ഞാൻ ഭയങ്കര കൂളായിട്ട് അഭിനയിച്ച ഒരു ലൊക്കേഷൻ സിനിമ ഇത് തന്നെയായിരുന്നു. അല്ല, ഈ ലൊക്കേഷനിലുള്ള ഒരു വേറെ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാം. എൻ്റെ പേഴ്സണലി ബന്ധമുള്ള ആളാണ് സഞ്ജുവായിട്ട്. ആദ്യ സിനിമ തൊട്ട് നമ്മൾ ബന്ധമുള്ളതാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അതെ, ആ ശബ്ദമില്ലാത്തൊരു ചിരിയും, ആ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചിരിച്ച മുഖം ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഈ സിനിമയ്ക്ക് പുള്ളി ചെയ്ത സിനിമയിൽ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമയാണെന്ന് എന്നോട് പറഞ്ഞു, പേഴ്സണലി പറഞ്ഞു. എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമയാണെന്ന് എന്നോട്. എന്നെ 2-3 പ്രാവശ്യം ലൊക്കേഷൻ വിളിച്ച് എനിക്ക് വരാൻ പറ്റില്ല. ഒരു തവണ സഞ്ജുവേട്ടൻ വരുമ്പോഴത്തേക്കും 6 മണിക്ക് 9:30 ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ സഞ്ജുവേട്ടൻ വന്നിട്ട് 6 മണിക്ക് പാക്കപ്പ് പോകാ, നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാം, ആ ഒരു മൂഡാണ് ഉള്ളത്. അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റേ സിനിമ ഹിറ്റ് അടിച്ചിട്ട് വേറെ ഇപ്പം എത്ര സിനിമയായി? ഇല്ല, എനിക്കിപ്പോൾ ഒരു
കറക്കം എന്ന് പറഞ്ഞ മൂവി ഞാൻ കറങ്ങി നടക്കുവാണോ? ഇപ്പോഴും കറങ്ങി നടക്കുക. ആ അത് കഴിഞ്ഞു. ആ അത് ഈ കൊല്ലത്തോട് കൂടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ ആവേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഞാൻ കാലെടുത്ത് വെച്ച ഫസ്റ്റ് പടി ആവേശമാണ്. അതെപ്പോഴും ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലേക്ക് എൻ്റെ ഫൈസൽ ബ്രോ വിളിക്കുമ്പോൾ വളരെയധികം സന്തോഷം. എനിക്ക് ഇത്രയും ഞാൻ മുന്നേ ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഈ ഒരു എന്താ പറയുക സ്നേഹം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനോട് എനിക്ക് ആ ഒരു പരിപാടി സക്സസ് ആയി. ഞങ്ങള് വീഡിയോ കോളൊക്കെ ചെയ്യും. ഇവൻ വീഡിയോ കോളിന്റെ മെയിൻ ഇതാ എവിടെ ചോദിച്ചിട്ട് നമ്മള് ഫുൾ നമുക്കൊരു ഉണർവ് വരുമല്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. ഫോൺ തിരിഞ്ഞ അടുത്ത ആളെ വിളിക്കും. അടുത്ത ആള് ഫോൺ തിരിഞ്ഞ അടുത്ത ആളെ വിളിക്കും. ആരെങ്കിലും നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാവുള്ളൂ അല്ലേ? ഏറ്റവും കൂടുതൽ ഫോൺ എടുക്കാത്ത ആരാ അതിനകത്ത്? എടുക്കാത്തതോ? എല്ലാരും ഇവിടെ ആയിട്ടാ പോണ്. എല്ലാരും ഇവിടെയാ പോണ. ചിലപ്പോ എന്തെങ്കിലും തിരക്ക് നമ്മളതും പാലിക്കണമല്ലോ. എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. ഫോൺ എടുക്കാത്ത എന്റെ ഇംഗ്ലീഷ് കേട്ടായിരുന്നു. അത് കേട്ടില്ല. മിനിമലിസം. ഒന്ന് സൗണ്ടി പറയാം. ഡിജിറ്റൽ മിനിമലിസം. ആ ഫോൺ എടുക്കാത്തതിനൊക്കെ പാഷൻ പേരായി മാറ്റി നോക്കാം. ഞാൻ കീപാഡ് ഫോണാ. ഇതിപ്പോ പകതിന്റെ കണ്ടിട്ട് ഞാൻ നേരത്തെ കേട്ടില്ലേ? ഇല്ല, ഞാൻ കൊണ്ടുപോയിട്ടില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ കീപാഡ് ഫോണൊക്കെ ആയിട്ടാ നടക്കുന്നത്. ഞാൻ നീ സോഷ്യൽ മീഡിയ മൊത്തം ബാക്കി നമ്മളൊക്കെ ഇതില് ചീത്തയാക്കിയിട്ട് നീ ഇത് പിടിച്ചു നടക്കുമോ? ഞാൻ ഇതിലൊന്നും അകപ്പെട്ടു പോവില്ല. ഞാൻ കീപാഡ് ഫോണാ യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതാൻ ഉള്ളതുകൊണ്ട് വേറെ ഇതൊക്കെ മാറ്റാൻ വേണ്ടി മൊത്തം അങ്ങനെ മാറിയിരിക്കും. മൊത്തത്തിലൊരു മാറിയേക്കണം അല്ലേ? ഇപ്പൊ തിരിച്ചു വന്നു. തിരിച്ചു വന്നാ ഇതിന്റെ പോസ്റ്ററൊക്കെ അയച്ചു തരുമ്പോ അല്ലേ? അതുകൊണ്ട് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇന്നോട്ട് തുടങ്ങിയേക്കണം. വിളിക്കണം കേട്ടോ, കരുത്തിലി പറയണം. പിന്നെ ഇവൻ പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ 2 ദിവസം കഴിയുമ്പോ അതെ വിളിച്ചിരുന്നു മെസ്സേജ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ പുള്ളി പിന്നെ എപ്പോഴും വിളിക്കും. എല്ലാം കൊണ്ടൊരു സന്തോഷം. എനിക്ക് ആ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കര, ഇത്രയും ആളുകളുടെ ഒരു കമ്പനി എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് മീൻസ് ഞാൻ ചെറുപ്പം തൊട്ടേ 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു ഇൻ്റർവെട്ട് പരിപാടിയാണ് എന്നെ. ആ സമയത്തൊക്കെ അവിടെ നിന്ന് ആൾക്കാരെടുത്ത് പോയി എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവരുടെ ഒപ്പം ചില്ല് ചെയ്യണം, എങ്ങനെ നടക്കണം എന്നറിയാത്തൊരു ടൈപ്പായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഈ പരിപാടി, അതായത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി. അപ്പോൾ ചേട്ടൻ്റെ പരിപാടി ഞാൻ ഇടയ്ക്കുന്നത് കാണും. ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക ആ സമയത്ത്. പിന്നെ ഞാൻ അങ്ങനെ ബന്ധിക്കുന്ന സമയത്ത് റോസ്റ്റിംഗ് ആയിട്ട് പുള്ളി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. ആ സമയത്ത് ഇട്ട് 2-3 വീഡിയോസ് എങ്ങനെയോ കയറി കൊളത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീണ്ടും അത് മാനേജ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ ഈ പടം ജിത്തുചേട്ടൻ്റെ വൈഫ് ഷിഫ്നാത്തെയാണ് എന്നെ വിളിക്കുന്നത്. ഫസ്റ്റ് കോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജിത്തുചേട്ടൻ വിളിച്ചു. ജിത്തുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ക്രീനിങ് ഉണ്ട്, പരിപാടി വരണം. അതിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. അല്ല, ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എന്ത് സന്തോഷവാനാണ് താങ്കൾ? സന്തോഷം. അത് നമ്മുടെ മനസ്സ് എന്താ പറയാ, അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ തന്നെ അത് പഠിച്ചെടുക്കണം. വേറെ ആരും പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. അതൊറ്റയ്ക്ക് നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷിക്കാൻ. വേറെ ആരും പറഞ്ഞു നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ മധുരയിലൊക്കെ പോയിട്ട് ഞങ്ങള് ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ആരും അറിയത്തില്ല. പക്ഷെ ഇവനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞു എന്റെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ വേറില്ല. എവിടെ പോയാലും ഇവനെ എല്ലാവർക്കും അറിയാം. ഭയങ്കര സന്തോഷം. അപ്പൊ ഇവന്റെ ഒരു ഇതൊക്കെ അല്ല, അതൊക്കെയാണ് വേണ്ടത്. നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ ചിലവർക്ക് ഇവർ ഷോർട്ട് സമയത്തായിരിക്കും. അപ്പൊ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവൻ ആ സമയത്ത് പോയിട്ട് ഇവര് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഇവൻ അത് ഓർത്ത് ഷോർട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവരത് ഫോട്ടോ എടുത്തിട്ട് പോകും. അതൊക്കെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി. അവരിത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് പറയാൻ. പിന്നെ കുറെ അടിപൊളി ക്വാളിറ്റീസ് ഉണ്ട്. ഭയങ്കര കൈൻഡാണ് കുട്ടി. ഇനിയും അങ്ങനെ തന്നെ ആകണം. എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം. അതാണ് ഒരു ക്വാളിറ്റി വേണ്ടതും. ഒരു ആക്ടറിന് വേണ്ട ക്വാളിറ്റിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇനിയുള്ള യാത്രയെ അങ്ങനെ തുടർന്ന് പോവാം. എന്നും ഈ സ്നേഹിക്കുന്നവരെല്ലാം കൂടെ ഉണ്ടാവും. ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ.
മുറ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നായിരിക്കുന്നത് അല്ലേ? പക്ഷെ അടിപൊളി ഇന്റർവ്യൂ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. നമ്മൾ കളിച്ചും ചിരിച്ച് ഭയങ്കര ഫൺ ഇന്റർവ്യൂ. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഇരുന്നത്. ചേട്ടനൊക്കെ ചേട്ടനായോണ്ടും എസ്പെഷ്യലി ഇത് എന്ത് ഞാനായോണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അത് അങ്ങനെ ഒരു ചേട്ടൻ അതൊരു ഇന്റർവ്യൂ പകുതിയാവും മനസ്സിലായി വഞ്ചില്ലായിരുന്നു കഴിഞ്ഞിട്ട്. നമ്മൾ അത്ര ക്രൂരനൊന്നും അല്ലെന്നേ, നമ്മള് ഭയങ്കര രസമായിട്ട് പോണ ഞങ്ങൾ അങ്ങനെയാ. അപ്പോൾ മുറ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാണുന്നു അല്ലേ? മുറയും നല്ല സിനിമയായിരുന്നു. ഇതിലും എനിക്ക് തോന്നുന്നു നായകനും നായികയും എന്ന നിലയിലേക്ക് നിങ്ങളുടെ യാത്ര ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു കേട്ടോ. കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. റീകാസ്റ്റിംഗ് നടന്നായിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വേറെ എന്തോ ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ അത് നടന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് മാൻ ജിത്തുവേട്ടൻ, പുള്ളിയായിരുന്നു മെയിൻ മേക്കപ്പ് മാൻ, മെയിൻ APRK. പുള്ളി സജസ്റ്റ് ചെയ്തു പടം കണ്ട് ഫേസലിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തിനാ ഓക്കെ പറഞ്ഞു ഇവിടെ മെയിൻ APRK. ഞാൻ ഓക്കെ പറഞ്ഞു ചെയ്തു. 2-3 ഡേയ്സ് പറ്റി സാധനം മനസ്സിലായി. കാരണം ടീമും എല്ലാം അടിപൊളി. ഇവർ 10 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീം. ഈ മുനാസ്, ഷിഹാൻ, ഫൈസല്, അസ്കർ എല്ലാം ഇവരൊക്കെ ഒരു ഫ്രണ്ട്സ് ഫാമിലി ടൈപ്പ്. ഇവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കും, ട്രാവൽ ചെയ്യും, കഥ എഴുതും. അപ്പൊ അങ്ങനത്തെ ഒരു ടീമും കൂടാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് കൂടുതൽ സമാധാനം. ഓക്കെ, അറിയുന്ന ആൾക്കാർ മ്യൂച്വലി ചെയ്യുന്ന ടീമാണ്. ഒരു പ്രശ്നം അങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം 55 days വൻ ചില്ലാണ്. എങ്ങനെ പടം നന്നായിട്ട് ചെയ്യണം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ. ഇവന്മാര് ഭയങ്കര ചില്ലാണ്. ചേട്ടന്മാരാണ്, പക്ഷെ ഇവന്മാരായി ചേട്ടൻ ടു ഇവരും അത്രയും പീസ്ഫുൾ വൈബ്സ് ആണ് തരുന്നത്. കുട്ടിയും ചേട്ടനാണ്. എടുത്രിയാണ്. പക്ഷെ നമ്മള് ഒരു ഭയങ്കര കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ, വിത്ത് ഗോഡ് ബ്ലെസ്സിങ്. അതുകൊണ്ട് നമുക്ക് കോമഡിയും കൂടെ ആയിരുന്നു. കോമഡി ഞാൻ പാടില്ലേ, സീരീസിൽ നിന്ന് പെട്ടെന്ന് കോമഡി, അതൊക്കെ ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു. പക്ഷെ ഫുൾ ഓൺ ആയിരുന്നു. ഞാൻ കേട്ട കഥ അനുസരിച്ച് അവസാന നിമിഷമൊക്കെ നമ്മളെ വിരൽത്തുമ്പിൽ എടുത്ത് തിയേറ്ററിൽ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിരുത്തുന്നതാണ് എനിക്കറിയാവുന്ന ഈ കഥ. അതിനി സിനിമ കണ്ടിട്ട് വേണം എനിക്ക് ബാക്കി പറയാൻ. ഞാൻ അങ്ങനെയാണ് എന്നുവെച്ചാൽ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊഡ്യൂസറായിട്ട് അത്രയും ഇതായതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും. അങ്ങനെ ആകണം സിനിമ. ഹോസ്റ്റലിൽ അർജുൻ നിൽക്കണ കണ്ടില്ലേ? അർജുനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. ഇവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. ഈ സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ മേക്കിംഗ് കഥകൾ പറയണം. മേക്കിംഗ് കഥകളും പറയണം. ഇതിന്റെ സക്സസ് ഇങ്ങനെ തന്നെ റിക്കവർ ചെയ്ത് വരുകയും ചെയ്യണം. അങ്ങനെ ഒന്ന് ഇറക്കണമെന്നുണ്ട് നിങ്ങളൊക്കെ. ഇതിന്റെ കുളിക്കാറില്ലായിരുന്നോ? ഇതാ ഒരു ആവേശത്തിന്റെ പുറത്ത് ഇടിക്കുമ്പോ ചോരയൊക്കെ തേച്ചോളാൻ പറയാം. പക്ഷെ അത് കഴുകി കളയാൻ ഒരു പാടുണ്ട്. 2 മണിക്കൂർ അങ്ങനെ തേക്കണമെങ്കിൽ പല്ലിൽ നോക്കും പോകത്തില്ല. ഇനി അതിടത്തില്ല. അതെങ്ങനെ ബ്ലഡ് സീൻ ഉണ്ടെങ്കിൽ അതെ ക്യാരക്ടറിന് വേണ്ടി ബ്ലഡ് സീൻ ഉണ്ടെങ്കിൽ ഈ മാസ്റ്റർ കാണുമ്പോ നമ്മളൊക്കെ മുങ്ങും. മാസ്റ്റർ ഇങ്ങനെ വരും, ഇനിയിപ്പൊ ആരെ ഷോട്ട് എടുക്കട്ടെ. അല്ല പുള്ളിനെ അതാ ഇടിക്കുമ്പോ അസ്കറിനൊക്കെ ഇവിടെ ചെറിയൊരു വെട്ടൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ചതി പിന്നെ മനസ്സിലാക്കിയത് ചോര വാരി ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടി അടിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളാം കേട്ടോ. അത് മനസ്സിലാക്കി പിന്നെ മനസ്സിലാക്കിയത്. ഇനി അതനുസരിച്ച് പിടിക്കാവുള്ളൂ. ഇവിടെയൊക്കെ ആയിട്ട് കൂടുതൽ വേണ്ട നമുക്ക്. വായിന്നൊക്കെ വല്ലിനൊക്കെ ചോര. പക്ഷെ ഇത് വേറെ കേസ്. ഇപ്പം സിനിമയിൽ ഫസ്റ്റാണ്. ഇതിനു മുമ്പ് സിനിമയിൽ ആദ്യ സിനിമയല്ലേ? അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ എത്ര സിനിമകൾ കാണുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പോയപ്പോഴാണ് അനുഭവം നമ്മൾ മനസ്സിലാക്കി. എത്രയോ ആർട്ടിസ്റ്റുകൾ അല്ലേ ആ സിനിമയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതാണ് സിനിമയെ നമ്മൾ കാണേണ്ടത്. സിനിമയായിട്ട് കണ്ടാൽ ഒരാൾക്കും സിനിമയെ കുറ്റം പറയാൻ കഴിയില്ല. അതാണ് സിനിമ. നമ്മൾ എത്രയോ സിനിമ ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ കാണും. നമുക്കൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ സങ്കടം വരും, ദേഷ്യം വരും. തീരുന്നില്ല, വെയിൽ കൊള്ളുന്നു. എല്ലാവർക്കും ഇവർ ക്യാരവാനിൽ മാത്രമേ ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ ആ സമയത്ത് വന്ന് വെയിലെങ്കിൽ വെയിൽ, മഴയെങ്കിൽ മഴ കൊള്ളണമല്ലോ. ഈ പറഞ്ഞാലും ഇപ്പം അനുഭവിച്ചില്ലേ ഇത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇതിൽ കാണുമ്പം ഇതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ചെയ്തതിൻ്റെ സാധനം അവിടെ കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെയാണ് സിനിമ. മനസ്സിലായില്ലേ? ഇനിയും കൂടെ യാത്ര തുടങ്ങിക്കോ. പക്ഷേ താങ്കളെ സംബന്ധിച്ചോളം താങ്കൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ താങ്കൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ടോ? വീഡിയോ ചെയ്യാനോ? ആദ്യമൊക്കെ എൻജോയ് ചെയ്യാൻ. ഇപ്പം എന്നാ പറ്റിയ? എനിക്ക് അങ്ങനെ താല്പര്യം. എന്ത്? എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കോണ്ടന്റ് ഇടാൻ എനിക്കിഷ്ടം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇടാൻ പറ്റൂല. ആൾക്കാരുടെ ഒരു ഇത് നോക്കിയിട്ടേ നമുക്ക് കോണ്ടന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഞാൻ ഗെയിം കളിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ, പിന്നെ ചുമ്മാ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കൂട്ടുകാരായിട്ട് പോകുന്നത്. പക്ഷെ അതൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല. അൽഗോരിതം ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനായിരിക്കും ഓഡിയൻസ് വരുന്നത്. അതുകൊണ്ട് കുറേ നാളായിട്ട് ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ, അതിൻ്റെ പേര് ചെയ്യുന്നത്, അല്ലാണ്ട് എൻജോയ് ചെയ്യുന്ന ഒന്നുമില്ല അല്ലേ. ഇപ്പം സിനിമ ഒരു ഹരമായില്ലേ? സിനിമ പണ്ട് തൊട്ട് എനിക്ക് താല്പര്യമുള്ള ഇപ്പോഴാണ് എത്തിയത്. ഇപ്പോഴാണ് എത്തിയത്. പക്ഷേ പണ്ട് കൊണ്ട് താല്പര്യമുള്ള സിനിമയായിരുന്നു. ഇനിയിപ്പോൾ സിനിമയിലേക്കുള്ളൊരു യാത്രയാണ്. ഇഷ്ടമാണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഇനി ഡേറ്റിന് വേണ്ടി നിൽക്കേണ്ട ആളുകൾ. അങ്ങനെയൊന്നുമില്ല, നല്ലതാണെങ്കിൽ ആൾക്കാർ സിനിമ നമുക്ക് ആവശ്യമാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ അത് വർക്ക് ചെയ്യാൻ, ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കഴിഞ്ഞാൽ സന്തോഷമാണ് അല്ലേ. ആ സന്തോഷവാനായിട്ട് നീങ്ങുക. അസ്കർ, ഈ പറയുന്ന ഇവരൊക്കെ പുതുമുഖമായിട്ട് വന്നിട്ട് നേരത്തെ സിനിമയിൽ അഭിനയിച്ചവരുണ്ട്. അസ്കർ എന്ന് വെച്ചാൽ ഒരു സിനിമാ കുടുംബം എന്ന് പറയില്ല, ജ്യേഷ്ഠൻ മാത്രമാണ് സിനിമയിലുള്ളത്. ഒത്തിരി സിനിമാക്കാരുമായിട്ട് ബന്ധങ്ങളുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ ഇവരൊക്കെ അവിടെ പോയി നമ്മുടെ സുഹൃത്തുക്കൾ, എന്താണെന്ന് പോലും അറിയില്ലാത്ത ബന്ധങ്ങളായി മാറിയെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറുണ്ട്. അസ്കറിന് അവിടെ വെച്ച് ഇവർ 4 പേരും കണ്ടുകഴിഞ്ഞപ്പം ഇവരെ ആദ്യം കാണുന്നത് ആയിരിക്കില്ല, കുറച്ച് അടുക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ തോന്നിയ ഈ 4 ക്യാരക്ടറെ കുറിച്ചൊന്ന് പറയും, 4 പേരെ കുറിച്ച്. ഇവരെ നമുക്ക് വലിയ ടൈം എടുത്തില്ല. ആകെ എനിക്ക് തോന്നുന്ന അർജു മാത്രമാണ് ആദ്യം നമ്മൾ വന്നപ്പോഴത്തേക്കും, ആദ്യം കണ്ടപ്പോഴത്തേക്കും കുറച്ചൊരു അകലം പാലിച്ച് ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് ഇരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അർജു ഇങ്ങോട്ട് വന്ന് ഭയങ്കര കമ്പനിയായി. പക്ഷെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് 3 ദിവസം മുമ്പായിരുന്നു നമ്മളെ കാണുന്നത്. കല്യാണം വിളിക്കാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങളോട് ആരോടും വന്നിട്ട് വേണ്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇവരെന്താ അടുത്ത് നിന്നിട്ട് കല്യാണം വിളിച്ചില്ലല്ലോ തോർത്തിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടിച്ചു വിളിച്ചു. പക്ഷെ നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് ആകുന്ന പറയാറ് ഞാൻ കല്യാണം വിളിച്ചാറ് പോടാ. ഞാൻ പറഞ്ഞു 600 രൂപ ഒരു പ്ലേറ്റിന്റെ. അതുകൊണ്ട് ഞാൻ സൗഹൃദം കൂട്ടുന്നു. ഇവരെല്ലാരും അടിപൊളിയായിരിക്കും. നമ്മള് ഭയങ്കര കളിച്ച് ചിരിച്ചാണ് ചെയ്തത്. എല്ലാരും ഭയങ്കര സിമ്പിൾ ആൾക്കാർ. നമ്മള് പെട്ടെന്ന് എല്ലാരും കണക്ട് ആയി. എല്ലാവരും നല്ല ക്യാരക്ടേഴ്സ് ഓടി. ഈ ഡയറക്ടറുമായിട്ട് നേരത്തെ ഉള്ള ബന്ധമാണ് നിങ്ങൾ ഒരുമിച്ച് നാളുകളായിട്ടുള്ള കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നമ്മള് 1-2 തവണയൊക്കെ ഞാനും ഫൈസല് ഇതിന്റെ ക്യാമറമാൻ ഡോണ് നമ്മൾ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറൊരു പടത്തിന്റെ പുറകെ ആയിരുന്നു കുറെ നാളായിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ പടം വന്നത്. അപ്പം ഞാൻ വേറൊരു പടത്തിലായിരുന്നു. അപ്പോൾ ഋതു വന്നു, പിന്നെ ഇതിലേക്ക് ഞാൻ വന്നു, ഞാനും ഇവരുടെ കൂടെ കയറി. ഇത്തരം അടുപ്പങ്ങൾ വെച്ച് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ അറിയാമായിരുന്നു, ഈ കഥകൾ അറിയാമായിരുന്നു. അപ്പം ഓരോ കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ആരൊക്കെയാണ് എന്നുള്ളൊരു ചർച്ചയൊക്കെ ഫൈസലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഫൈസൽ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു, ഇന്ന ആൾക്കാരൊക്കെയാണ്. ഞാനും പിന്നെ ആ സമയത്ത് കുറച്ച് തിരക്കില്ലായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും സിനിമയെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ നാൾ ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റിന്റെ പുറകെ ആയിരിക്കും, അതായിരിക്കില്ല ഉടനെ നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്കൊരു ഡയറക്ടറിന് അവസരം വരുമ്പോൾ പെട്ടെന്ന് വേറെ കഥ വരുന്നു. നമ്മൾ സ്മാർട്ട് മൂവ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് നമ്മൾ കുറേ പടങ്ങൾ ആലോചിച്ചു, അതൊന്നും നടക്കാതെ വന്നു. ലാസ്റ്റ് ഇതിലേക്ക് വന്നു, സഞ്ജുവേട്ടൻ വന്നു. അങ്ങനെ ഇത് ഒരു പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് ഓണായി സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പോ ഇത് പെട്ടെന്നായിരുന്നു. അപ്പൊ ഞാനും വന്ന് അതിന്റെ ഒരു കൂടെ അവന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമായിരുന്നു. ഇവരുടെ വെട്ടുകാരൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഞാൻ പറയുന്നുണ്ട്, വെട്ടുകാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്, മറ്റേ എല്ലാം ഇങ്ങനെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇത് വെട്ടുകാരൻ്റെ വീഡിയോ എനിക്ക് കൂടുതൽ എൻ്റെ ഉമ്മയാണ് അയച്ചു തരുന്നത്. ഇത് കണ്ടിട്ട് മറ്റേ ഫോർവേഡ് മെസ്സേജ് അയച്ചു തരും, എന്തൊരു നല്ല അമ്മയും മോനും അല്ലേ ഇടല്ലേ. അപ്പം വീട്ടില് വെട്ടുകാരൻ്റെ വീഡിയോസ് മൊത്തം ഉമ്മച്ചി അയച്ചു കൊടുക്കണം. പറഞ്ഞായിരുന്നു സന്തോഷം, അവരൊക്കെ കാണുന്നുണ്ട്. അമ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഫാമിലി ഓഡിയൻസിനെ. നേരത്തെ കുറച്ച് പിള്ളേരായിരുന്നു നമ്മുടെ വീഡിയോസ് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കുറച്ച് ഏജ് ഗ്രൂപ്പ് അറിയാമായിരിക്കുമല്ലോ. ഇപ്പം കുറച്ച് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും ആ പ്രായമുള്ള അമ്മമാരൊക്കെ വന്ന് എന്നോട് പറയത്തില്ല, അമ്മയോട് പറയും, മോനും ഇതിന്റെ കൂടെ ഉള്ളയാണല്ലോ. അങ്ങനെ അമ്മയ്ക്കാണ് ഇപ്പൊ ഫാൻസ് കൂടുതൽ. എനിക്ക് ഈ കുറച്ചാൾ മുമ്പ് ഒരു മേസ്ത്രി ആയിട്ട് അമ്മയും ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര മേസ്ത്രിയായിട്ട് ഷർട്ടൊക്കെ ഇട്ട് തല കെട്ടി ഒരു വീഡിയോ നിങ്ങൾ ചെയ്തേക്കണം. അത് ഗംഭീരമാണ്, ഭയങ്കര രസകരമായിട്ട്. എല്ലാ വീഡിയോയും കാണുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സൈജു ഗ്രൂപ്പായിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ എല്ലാ വീഡിയോയും ഫോളോ ചെയ്യുന്ന ഒരാളാട്ടോ. എനിക്ക് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലാണെങ്കിലും ആ വീഡിയോ കാണുന്ന ഒരാളുകളാണ്. അത് അമ്മയോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അമ്മയുടെ സംസാര രീതിയോടാണ് ഇഷ്ടം. ആ സംസാര രീതി, വെട്ടുകാരൻ ആ സംസാര രീതി തന്നെയാട്ടോ. അമ്മ ശരിക്കും കൊല്ലമാണ് അമ്മയുടെ സ്ഥലം.
ഞങ്ങൾ ആലപ്പുഴ എല്ലാം ബോർഡറുകാരാണ്, അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയി കിടക്കുക. ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും കൊല്ലത്തിൻ്റെയും കൂടെ ബോർഡറിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭാഷയില്ലാതെ എല്ലാം കൂടെ മിക്സ് ആയി കിടക്കുക. അങ്ങനെ നമ്മൾ ഈ സിനിമയിലേക്ക് വീണ്ടും ഈ സിനിമയുടെ പേര് നമുക്ക് പണ്ട് കേട്ട ഹിന്ദി പാട്ടാണ്, മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞ ആ പടം. എനിക്ക് ഓർക്കുന്നില്ല, ആ പടം ഓർക്കുന്നുണ്ടോ? ഏതുകൂടെ സേഡി മൂസ ഹിന്ദി സിനിമയുണ്ട്, അത് മേനെ പേർ കിയ, അതിന്റെ പേര് മേനെ പേർ. അതിലെ പാട്ട് ഇത് തന്നെയായിരുന്നു. എനിക്ക് ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഞാനൊക്കെ അന്ന് ഗൾഫിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റ സമയമായിരുന്നു മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞ ആ പാട്ട്. ആ പാട്ട് ഈ പറഞ്ഞ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതൊരു വലിയ പ്രണയത്തിൻ്റെ ഗാനമായിരുന്നു, നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പാട്ടായിരുന്നു ആ സിനിമയിലെ പാട്ട്. ഇതിൽ അങ്ങനെ പാട്ടുകൾ കൊണ്ട് എങ്ങനെയാണ്? ഇതിൽ എനിക്ക് തോന്നുന്നു മേനെ പ്യാർ കിയ എന്ന് തന്നെ പറഞ്ഞൊരു അടിപൊളി ഒരു പാട്ടുണ്ട്, ഞാൻ കേട്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സൂപ്പർ പാട്ടാണ്. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾക്ക് എപ്പോഴും ഇനി പാടാൻ മേനെ പ്യാർ കിയ വെച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കും. 5 പാട്ടുകൾ എന്തോ ഉണ്ട്, എല്ലാം ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. അല്ല, ഈ ഞാനത് പറഞ്ഞ ഹിന്ദി സിനിമയുടെ പേരും ആ പാട്ടും ഭയങ്കര ഹിറ്റ് അടിച്ചൊരു കാലഘട്ടമായിരുന്നു അന്ന്. എല്ലാവരുടെയും ഗാനമേള ടീമുകളെല്ലാം പാടുന്ന ഒരു പാട്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ സേഡി മൂസ വന്നപ്പോ നാദർഷിക്ക പാടിയ അതും അതും ഹിറ്റായിരുന്നു. പക്ഷേ ഈ പേര് വലിയൊരു പേരായിട്ട് തന്നെ നിൽക്കുന്നത്, അത് അതിൻ്റെ ഒരു സക്സസ് ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. ആ പേര് പോലെ തന്നെ സക്സസ് ആയിരിക്കും. ഇതിലെ നായികയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നായിക തമിഴ്നാട്ടിൽ ചെന്നൈ എന്നുള്ളതാണ്. എനിക്ക് നായികയായിട്ട് കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. ഇവിടെയാണ് മൊത്തം, ഇവിടെ മാത്രമല്ല ഇവരാണ് കോമ്പിനേഷൻ. നിങ്ങൾ രണ്ടുപേരാണ് പ്രണയിക്കാൻ പറഞ്ഞിടുന്ന ആളാണ്. നമ്മളങ്ങോട്ട് അവരുടെ ജീവിതത്തിലേക്ക് തള്ളിയിട്ടു കൊടുത്തു. എന്നിട്ടൊരു ഡയലോഗും ആദ്യം മോട്ടിനും പിന്നെ പറഞ്ഞ പ്രണയിക്കാൻ ചങ്കുറ്റം വേണമെന്നൊരു ഡയലോഗ്. അതാണ് കറക്റ്റ് സമയത്തൊക്കെ ഞാൻ രക്ഷിക്കാൻ പോകാറുണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ? അടിപൊളി പേഴ്സണാലിറ്റിയാണ് കേട്ടോ. എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ വന്നു, എല്ലായിടത്തും ഭയങ്കര സോഷ്യലാണ്, എല്ലായിടത്തും സംസാരിച്ച് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഫൈസലത്ത് മാക്സിമം ചോദിക്കാൻ നോക്കും. എൻ്റെ ചോദിക്കും തമിഴ് ഫ്രം കോയമ്പത്തൂർ അല്ലേ, അപ്പം മലയാളം ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നല്ല ജോളി ആയിരുന്നു. നമ്മളെപ്പോലെ നല്ല ജോളി ടീം ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് ആണ്. ഫസ്റ്റ് ഡേ അല്ല 2-3 ഡേയ്സിൽ ഒന്ന് ചില്ലായി കമ്പനി എല്ലാം ഡൗട്ട് ഒക്കെ ക്ലിയർ. നമ്മൾ ഈ സീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. പുള്ളിക്കാരി ചിലപ്പോൾ ഭയങ്കര ഡൗട്ട് ഒക്കെ ചോദിച്ചു, കുറേ ഇങ്ങനെ ചോദിച്ചു ഇനി മതി അവിടെ ഫൈസലിന്റെ ചോദിച്ചു. അവിടെ പോകുമ്പോൾ പുള്ളിക്കാരിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. കാരണം പുള്ളിക്കാരി വേറെ എന്തൊക്കെയാണ്, അത് വേറൊരു സാധനമാണ്. കാരണം പുള്ളിക്കാരി ഭയങ്കര ഓവർ തിങ്കിങ്. ഒരു സീൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാ സൈഡിൽ ആലോചിക്കും. ഫൈസൽ ഇതൊന്നും വേണ്ട, ഇങ്ങനെ ചുമ്മാ വന്ന് അതാ എനിക്ക് വേണ്ടത്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വന്ന പോലെ അല്ലേ? നിങ്ങൾ രണ്ടുപേരായിട്ടാണ് നായികമായിട്ടുള്ള കോമ്പിനേഷൻ, മത്സര ബുദ്ധിയോടുകൂടി. ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, നമ്മൾ 3 പേരും കൂടി. എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും രണ്ടുപേരും പറഞ്ഞ അങ്ങനെ നിർത്തി ഡൗട്ടുകൾ തന്നെ. രണ്ടുപേരും പാൻ ഇന്ത്യ അറിയപ്പെടുന്ന ആളോ, ഒരാൾ അവാർഡ് ജേതാവ്, ഒരാൾ പാൻ ഇന്ത്യ. അപ്പൊ ഞാൻ ഇതിന്റെ യൂട്യൂബ് ഇങ്ങോട്ട് നോക്കുമ്പോ ഇവനെ അവിടെ അഭിനയം പുറകെ നോക്കുമ്പോ അതിനേക്കാളും വല്ല അഭിനയം തോന്നുന്നു. ഇത് രണ്ടും പാനിന്റെ ഇത് ലോകമെമ്പാടും കാണും യൂട്യൂബ്. അതുകൂടെ പറയണല്ലോ. അല്ല, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഈ പോസ്റ്റ് കൊളാബറേറ്റ് ചെയ്തപ്പോൾ അർജുൻ ഫാൻസ് കമന്റിൽ വന്ന് പെട്ടെന്നൊരു 20K വ്യൂസും ലൈക്കും കൂടുതൽ ഇവൻ കൊളാബറേറ്റ് ചെയ്തപ്പോൾ. ആരാണേലും വരുന്നത് പ്രീതിയുടെ മറ്റേ പാൻ ഇന്ത്യൻ ഓഡിയൻസ് എല്ലാം കൂടി വന്നത്. എന്തായാലും ഒരു സാധ്യ സിനിമയിൽ തന്നെ ഒരു നായികയെ കിട്ടുന്നു. നായികയൊന്നുമില്ല, ഈ നായികയെ തട്ടിയെടുക്കുന്നു. എന്തെങ്കിലും ചെയ്തുകൂടെ നിങ്ങൾക്ക്? നായികയുടെ കൂടെ ഇരിക്കുന്നു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടിയാണ്. സെറ്റിൽ ഫുൾ ടൈം അവൻ കൂടെ ഞാൻ ചോദിക്കാൻ കോമ്പിനേഷൻ ഇല്ല കേട്ടോ, മനഃപൂർവ്വം വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ സെറ്റിൽ കണ്ടാനെ, അതുകൊണ്ട് അത് ഫൈസൽ കൃത്യമായിട്ട് വെട്ടി. അടുത്ത സുഹൃത്താണ് ഫൈസൽ അറിയാം. അർജുനെ വിളിച്ചിട്ട് ഞങ്ങൾ മില്ലേനിയം സ്റ്റാർസ് മാത്രമേ ഉള്ളൂ ഇപ്പോ ഈ സീനിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഇവിടെ ഇടയ്ക്ക് വന്നായിരുന്നോ? ഇവ എപ്പോഴും കാണും. പോണേ ഇല്ലേ? എനിക്ക് സീക്വൻസ് കുറവാ, എന്നാലും കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എവിടെ കുറവൊന്നുമില്ല, ഒരു കുറവും ചോദിക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറയുള്ളൂ.
ഈ പുള്ളി ഉണ്ടായിരുന്നു, ഫുൾ ഉണ്ടായിരുന്നു അല്ലേ? പുള്ളില്ലയോ? ഇവരെല്ലാം ഒന്നിച്ചാ. നീ എവിടെ ഇല്ല? അപ്പൊ നിങ്ങൾ ഹാഫ് ഇത് കേരളത്തിലുണ്ട്, മധുരയിലുണ്ട്, ഇത് എവിടെയൊക്കെ ഇഷ്ടം അവിടെ ഒക്കെ നീ ഉണ്ട്. അവിടെയൊക്കെ ഞാനുണ്ട്. ആ അപ്പൊ നീ അങ്ങനെ കുറച്ചെന്ന് പറയണ എന്നെ ദത്തെടുത്തേക്കുക, ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ ദത്തെടുത്തോ? അതാ പറഞ്ഞു, ഞാനവിടെ ഇല്ലായിരുന്നു. അവിടെ മൊത്തം ഉണ്ടായിരുന്നു. അല്ല, അവൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തേക്ക. കാര്യം ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഇവൻ വന്നു. നമുക്ക് ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടും ഞാൻ വീട്ടിൽ പോയിട്ട് ഇവനെ വിളിക്കുമ്പോ ഞാൻ ഇവിടെ പോസ്റ്റ് കിടക്കുന്ന അവിടെ ഉണ്ട്. നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഇവരുടെ കൂടെ ഫുൾ ടൈം കൂടെ. ചങ്ങനാശ്ശേരിയിൽ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് എനിക്ക് ഒന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഷിയാബുക്കായൊക്കെ പോകുന്നതിന്റെ കൂടെ ഇവൻ കയറി ഞാൻ മധുര പോകുന്നു. അത് നമുക്കൊരു യാത്രയും നമ്മള് കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കര ക്വാളിറ്റിയാണ്. നല്ലതല്ലേ? നല്ല ഭയങ്കര നല്ല കാര്യം. വിളിച്ചാ വിളിപ്പുറത്തുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോവുകയും ചെയ്തത്. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. കല്യാണത്തിന് പുള്ളി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വിളിച്ചായിരുന്നോ? വിളിച്ചു ഭയങ്കര. അല്ല, ഇവിടെ 600 രൂപ പ്ലേറ്റിനാണ് ആരും വിളിച്ചില്ല. അത് വേറെ സത്യം. അത് വേറെ കാര്യമുണ്ട്. ഇവൻ അന്ന് ഇവന്റെ കല്യാണത്തിന്റെ ആ സമയത്ത് ഞാനപ്പോ ആ സമയത്ത് എത്തി. ഞാൻ ഇപ്പൊ വിളിക്കും, നമ്മളെല്ലാവരും വിളിക്കും, കാത്തിരിക്കാം. ഇവൻ പോയിട്ട് ഞാൻ പ്രതീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാം. ഇപ്പൊ വിളി വരില്ല, ഫോണൊക്കെ വിളിച്ചായിരുന്നോ? ഞാന് അർജുൻ ഇല്ല, അതും പോയില്ലേ, ആ ഫുഡും പോയില്ലേ. കല്യാണത്തിന് എന്റെ ബന്ധുക്കള് അല്ല അച്ഛന്റെ ഇനി ന്യായീകരിച്ചൊരു കാര്യമൊന്നുമില്ല. കൂടെ ഇരുന്നിട്ട് ചതിച്ചിട്ട് ഒരു ന്യായീകരണം അതിനകത്ത് പറ്റില്ല. ഇനി എന്ത് ന്യായീകരിച്ച് നമ്മൾ കൂടെ ഇരിക്കില്ല. പിന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്റെ കൂട്ടുകാര് പോലും മര്യാദക്ക് വന്നില്ല. വിളിച്ചില്ല, വിളിക്കാതെ എങ്ങനെ? വിളിക്കാതെ കോവിഡിന്റെ ഇഞ്ചക്ഷൻ ആണോ? ഇത് കോവിഡിന്റെ ഇഞ്ചക്ഷൻ ആണോ? സ്ലോട്ട് ഇല്ല. ഇത്ര പേർക്കേ ഉള്ളൂ. കോവിഡ് പോലും അല്ലായിരുന്നു. കോവിഡിന് വരെ 30 പേർക്കുണ്ടായിരുന്നു. 20 പേരെ വിളിച്ചത്. ഇത് എനിക്ക് പിന്നെ മനസ്സിലായി. കുറെ പേരെ വിളിച്ചിരുന്നെങ്കിൽ അത്ര ചെലവാവില്ലായിരുന്നു. ഇത് ചെറിയ ആൾക്കാർ നടത്തിയപ്പോ ഭയങ്കര പൈസയായി. എനിക്ക് അതുകൊണ്ടല്ല. ആ സെറ്റിന്ന് അത്ര അടുത്തിരുന്നിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് 3 ദിവസം ജോയിൻ ചെയ്തു. പിന്നെ എന്റെ ഭാര്യനെ കണ്ടില്ല 2 ദിവസം. അതും എന്താന്ന് മനസ്സിലായില്ലേ? അതും പ്രാക്ക്. ഈ കുഞ്ഞിന്റെ ഒക്കെ കണ്ണീര് കാണാതെ പോവോ? ഇല്ലയോ? എന്ത് പറഞ്ഞു? ഇന്ന് നിന്റെ ചെലവാണല്ലോ, കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. വിളിക്കുന്നതായിരുന്നു ചെലവോട് ചെലവ്. അതിലും പേരും വിളിക്കണായിരുന്നു. 600 രൂപ പ്ലേറ്റിനാവുള്ളൂ. അങ്ങനെയാണ് പതുക്കെ പതുക്കെ പ്രാക്കൊക്കെ മാറി മാറി പോയത്. അതെ, ആ ചെലവിലൂടെ ഇത് ശാപം പോയത്. ആൻഡ് വൈഫ് സെറ്റിൽ വന്നായിരുന്നോ? ആ, ഇടക്ക് രണ്ടു തവണ വന്നായിരുന്നു. അപ്പൊ ഇവരാരെങ്കിലും ചോദിച്ചോ കല്യാണത്തിന് വിളിക്കാത്തതിനെ കുറിച്ച്? ഇല്ല, ഇവരാരും ചോദിച്ചില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കാത്തതാണോ? വിഷമം കൊണ്ട് ചോദിക്കാത്ത. എനിക്കതാ ഫോൺ നോക്കിയിരിക്കാതെ ഇപ്പൊ ഫോൺ കോൾ വരും. ഞാൻ അപർണനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇപ്പം ഭയങ്കര ബുദ്ധിമാനായിട്ടോ, സൂക്ഷിച്ചോ. ഇപ്പം വന്ന് 2 ദിവസം ഞങ്ങളോട് വർത്താനം പറയാൻ വന്നില്ല, ഞാൻ ഭയങ്കര ഇൻട്രോട്ടാന്നും പറഞ്ഞ് മാറിയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. അവള് ഡയറക്ടറെ വിളിച്ചില്ല. അല്ല, ഡയറക്ടറെ വിളിക്കാത്തപ്പോ ഞാൻ ഒരു ഷൂട്ട് മുടങ്ങുമല്ലോ എന്ന് പറയും ചിലപ്പോ. അത് പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാരും ഇത് മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടി വന്നു. റിസപ്ഷന് യൂട്യൂബേഴ്സ് എല്ലാരും വിളിച്ച് നടത്തായിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് കോവിഡാണോ? അല്ല, നമ്മള് ഷൂട്ടിന് പോയി. എന്തൊക്കെ ന്യായീകരണം ആലോചിക്കുന്നുണ്ടോ? ഭയങ്കര പ്ലാൻസ് ഉണ്ടായിരുന്നു. സത്യം ഇതുവരെ പറയുന്നില്ല. എന്താ സത്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് റീസൺ? ചെറിയ കല്യാണം, വലിയ റിസപ്ഷൻ. പക്ഷെ അടുത്ത 3 നടന്നില്ല അല്ലേ? അതിപ്പോഴും യൂട്യൂബേഴ്സ് വിളിച്ച് പറയാറുണ്ട്, നീ വിളിച്ചില്ലല്ലോ. അതിപ്പോ ഞാൻ ഒരു കാര്യം ഇവിടെ വെച്ച് പറയട്ടെ. ഇത് പ്രേക്ഷകരൊക്കെ മുമ്പിൽ വെച്ച് പറയാം. ഇത്ര ഞാനും ചോദിച്ചു കല്യാണം വിളിക്കാത്ത. ഇതിന്റെ ഈ സിനിമയുടെ സക്സസ് പാർട്ടി അത് പ്രൊഡ്യൂസർ പൈസ മുടക്കണ്ട. അർജുൻ പൈസ മുടക്കണം. ഇപ്പൊ പറയണം, അർജുൻ പൈസ മുടക്കണം. ചെലവൊക്കെ നമ്മൾ ന്യായമായിട്ടുള്ള പൈസ അതെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കും ഇവിടെ ഇരുന്ന്. ഡിജിറ്റൽ തെളിവ് എന്ത് ചെയ്യാന്ന്
നമുക്ക് സക്സസ് പാർട്ടിയുടെ ഇടയിൽ ചെറിയൊരു ടെൻഷൻ പ്രശ്നമായി. അവിടെ പിടിച്ചോട്ടോ ചെറിയ പരിപാടി. അതെങ്കിലും നമുക്ക് നോക്കാം. എല്ലാരും വിളിച്ച് ഒരു സാധനമുണ്ട്. എന്ത് സാധനം? കേക്ക് കൂട്ടി അത് ആ സ്ഥാനത്തിന് വിളിക്കാത്തതിന്റെ കാര്യം പറയാൻ. എല്ലാരും വിളിച്ച് അതെങ്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ, ഓണത്തിന്. പറഞ്ഞോണ്ട് ഓണത്തിനാണ് നമ്മുടെ സിനിമ. ഓണം. അതെ മാറ്റമില്ലോ. അപ്പം സഞ്ജയേട്ടാ ഒരു കാര്യം വേണു, പ്രൊഡ്യൂസറിന്റെ അടുത്ത് കാര്യം പറയാണ്. ഈ സിനിമയുടെ സക്സസ് വിജയത്തിന് കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ട് അർജുനായിരിക്കും ഈ സക്സസ് പാർട്ടി നടത്തുന്നത്. നമുക്ക് കഴിച്ച് പാസ്സാക്ക്. ഇതില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടോ. ഞാൻ എന്തായാലും ഈ സിനിമയുടെ എല്ലാ പരിപാടിക്കും വരും. വീണ്ടും ഇൻട്രോട്ട് ആവും. ഓണത്തിനൊക്കെ ഇൻട്രോട്ട് ആയിക്കളെ ഏരിയയിലേ വരത്തില്ല. അല്ല ഞാൻ പിണങ്ങിയത്. ഓണം സദ്യക്ക് 230 രൂപയാണ്. അവിടെ കണക്ക് കൂട്ടി ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ ഉള്ളൂ. അതായത് ഫുൾ കണക്കറിയാം. ചോദിച്ചാൽ മതി. അവിടെ പുതിയ ആളായതുകൊണ്ടാ ചോദിച്ചാൽ മതി. എന്തായാലും ഇത് സമ്മതിച്ചോട്ടെ. എനിക്കതേ കൊള്ളുന്നു. എനിക്ക് തന്നെ നാണമാവുന്നു ഇങ്ങനെ കൂടുതൽ ഇപ്പം കേട്ടിട്ട് നാണോ അപ്പൊ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു ഞങ്ങളുടെ നാണോ എന്ന് പറയുന്നു. ഡിജിറ്റൽ തെളിവായിരുന്നു. ഡിജിറ്റൽ തെളിവായി. മാറ്റി പറയാൻ പിന്നെ പറ്റില്ല. ഇത് മാറ്റം ഇതായിരിക്കും ഈ വീഡിയോയുടെ ഫുള്ളിൽ ഏറ്റവും കട്ടിടുന്ന ഇതായിരിക്കും. ഇതെല്ലാ പേജിലും ഞാൻ കൊളാബി ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങും. അത് എല്ലാം നടത്തരാം. ഒരു മാറ്റമില്ലോ. ഇല്ല ഇല്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. വൈഫിനെ ലൊക്കേഷനിൽ കൊണ്ടുവന്നായിരുന്നു? ഇല്ല, അതിന് ശേഷമാണ് കല്യാണം. ശരിയല്ലോ, കല്യാണം ഇടയ്ക്കില്ല നടന്നുള്ളൂ. ഞാൻ കല്യാണത്തിന് വന്നില്ല, പക്ഷെ നമ്മുടെ ടീമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സക്സസ് പാർട്ടിക്ക് വരാമല്ലോ ഇദ്ദേഹത്തിന്റെ. അതിന് ഓർത്തിരുന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും കിട്ടുമല്ലോ. നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു കല്യാണം. എന്നോട് ചോദിക്കുമോ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു കല്യാണം? അല്ല, ഇപ്പൊ എന്നെ കെട്ടുന്നു. അപ്പൊ പുള്ളി ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ കഥയിൽ എന്തായാലും ഒരു കല്യാണ സീൻ ഉണ്ടാവും. അന്ന് അദ്ദേഹത്തിന് കല്യാണം വെച്ച് ഷൂട്ടിങ് ചെയ്ത് ഒറ്റ പാർട്ടിയാക്കാനാണ് ഉദ്ദേശം. പ്രൊഡ്യൂസറിന്റെ ചെലവിൽ അത് ഞാൻ ഈ ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞു തന്നത് തിരിച്ച്. അല്ല ഇതിപ്പോ എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ മേനെ പേർക്കിയ സൂപ്പർ ഹിറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ രസകരമായ തമാശകൾ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുക എന്ത് രസമായിരുന്നു നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ള ആണ്. നേരത്തെ അസ്കർ തുടക്കത്തിൽ പറഞ്ഞു ഇവരെല്ലാവരും അവിടെ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം പറയുന്നു, ഈ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോകുന്ന സിനിമ. ഞാൻ ആ ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഈ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന്. അപ്പം ഇത്രയും നേരം സഹകരിച്ച 5 പേർക്കും ഒത്തിരി നന്ദിയുണ്ട്. സിനിമ സൂപ്പർ ഹിറ്റാണ്. സിനിമയുടെ കൂടെ ഞാനും ഉണ്ടാവും. താങ്ക് യു.